ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സരസ്വതി അമ്മയും സിദ്ധാർത്ഥം കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സിദ്ധു ആണെങ്കിൽ പറയുന്നുണ്ട്, അമ്മയുടെ ഈ സ്വഭാവമൊക്കെ മാറ്റാതെ സുമിത്രയോടൊപ്പം പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അമ്മ എന്താ വിചാരിച്ചത്? ഞാൻ എന്തായാലും അമ്മയോടൊപ്പം എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് തന്നെയാണോ? ഞാൻ ഇനിയിപ്പൊ എന്തായാലും മടങ്ങിപ്പോയി കഴിഞ്ഞാല് എനിക്ക് അമ്മയുടെ കൂടെ നിൽക്കാനേ പറ്റില്ല. പിന്നെ അമ്മയെ അങ്ങോട്ട് കൂട്ടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അവിടുത്തെ സാഹചര്യങ്ങളും ജീവിത രീതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അമ്മയ്ക്ക് അതൊക്കെ പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എൻ്റെ അമ്മ സ്നേഹനിധിയായ ഒരു അമ്മയായി മാറണം. അമ്മയുടെ ഈ സ്വഭാവമൊക്കെ മാറ്റി പഴയതുപോലെ തന്നെ നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പൊ സരസ്വതി അമ്മയ്ക്ക് മനസ്സിലായി താൻ സുമിത്രയോട് കാണിച്ചതൊക്കെ വലിയ തെറ്റ് തന്നെയാണെന്ന്. അങ്ങനെ സരസ്വതി ആണെങ്കിൽ സിദ്ധു പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് വളരെ സങ്കടപ്പെട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ സുമിത്രയാണെങ്കിൽ ഇതാ പെരക്കകമൊക്കെ അടിച്ചു വാരുകയാണ്. അപ്പൊ ആ സമയത്ത് സ്വരമോള് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എവിടെ പോയതാണ്? എനിക്ക് അച്ഛനെ കാണണമല്ലോ, അച്ഛനെ കണ്ടില്ലല്ലോ, എവിടെ പോയതാന്നൊക്കെ ചോദിക്കുമ്പം, മോളെ നിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് അവൻ അവളുടെ വീട്ടിലേക്ക് പോയതാണ് എന്നുള്ള കാര്യം സുമിത്ര പറയുമ്പോൾ, ആഹാ അപ്പൊ എന്റെ മമ്മി ഇന്ന് വരുമോ? നല്ല രസമായിരിക്കും, മമ്മിയും ഡാഡിയും ഞാനും അച്ഛമ്മയും ഒക്കെ കൂടി എന്ത് രസമായിരിക്കും. അപ്പം അമ്മ ഇന്ന് തന്നെ വരുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പം, മോളെ നിന്നെ പോലെ തന്നെ നിന്റെ അമ്മയെ കാത്തിരിക്കുകയാണ് ഞാനും എന്നും പറഞ്ഞ് സുമിത്ര കൊച്ചിനെ അങ്ങ് എടുക്കുകയാണ്. അപ്പം കുഞ്ഞിനും വലിയ സന്തോഷമൊക്കെ ആയി. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് അനിരുദ്ധ് അനന്യയുടെ വീട്ടിലെത്തുന്ന കാഴ്ചയാണ്. അപ്പം അനിരുദ്ധ് ചെന്നതും നേരെ അനന്യയുടെ വീട്ടിലേക്ക് കയറി അങ്ങ് ചെല്ലുകയാണ്. പെട്ടെന്ന് തന്നെ അനന്യ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ അനിരുദ്ധ് എന്താ വന്നതെന്ന് ചോദിക്കുമ്പം, അനന്യ ഞാൻ നിന്നോട് കാണിച്ചതെല്ലാം വലിയ തെറ്റ് തന്നെയാണ്. എനിക്ക് ആ തെറ്റ് ഇപ്പോഴാണ് മനസ്സിലായത്. നീ ദയവ് ചെയ്ത് എന്നോട് നമ്മുടെ കുഞ്ഞിനോടും ഒപ്പം തിരികെ അങ്ങോട്ട് വരണമെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ അനന്യ നമ്മുടെ അനിരുദ്ധ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്തെ രീതിയിലാണ് പ്രതികരിക്കുന്നത്. അതെ, ഞാൻ എന്തായാലും നിങ്ങളോടൊപ്പം വരാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി തന്നത് അനിരുദ്ധ തന്നെയാണ്. കുഞ്ഞിനെയും കൂട്ടി ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങിപ്പോയ ആ നിമിഷം ഞാൻ എത്രമാത്രം വേദനിച്ചു, അത് നിങ്ങൾക്കൊന്നും മനസ്സിലായി പോലും ഇല്ലല്ലോ. അതും പോരാഞ്ഞിട്ട് ഒരു തവണ പോലും നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചു പോലും സംസാരിച്ചില്ല. അങ്ങനെയൊക്കെ എന്നോട് കാണിച്ചിട്ട് ഇപ്പൊ ഒരു സെക്കൻഡ് വന്ന് എന്നെ വിളിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കിനി നിങ്ങളോടൊപ്പം വരാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം അവള് അനിരുദ്ധിന്റെ മുഖത്ത് നോക്കി പറയുമ്പോഴത്തേക്കിനും ഇത് കണ്ട് പ്രേമ അങ്ങ് രസിക്കുകയാണ്. അപ്പൊ പ്രേമയുടെ ഈ സന്തോഷം കാണുമ്പോഴത്തേക്കിനും വിശ്വം പറയുന്നുണ്ട്, മോളെ അനന്യ നീ എന്തിനാ അവനോട് അങ്ങനെ പറയുന്നത്? നീ കാത്തിരുന്നതല്ലേ അവൻ വന്ന് വിളിക്കുന്ന കാര്യം, പിന്നെ എന്തിനാ മോളെ അങ്ങനെയൊക്കെ പറയാൻ നിൽക്കുന്നത്? അപ്പൊ പെട്ടെന്ന് തന്നെ, അച്ഛാ ഞാൻ അനുഭവിച്ച വേദന അറിയണമെങ്കിൽ അനിരുദ്ധിന് ഈ നിമിഷം അറിയാൻ പറ്റുള്ളൂ. അനിരുദ്ധേ, നിനക്ക് നിന്റെ അമ്മ എത്രമാത്രം പ്രിയപ്പെട്ടതാണ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഒക്കെ. അവരെ കുറിച്ച് ഇത്രയും മോശമൊക്കെ ആയിട്ട് നീ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഞാൻ ഇടപെടുകയൊക്കെ ചെയ്തത്. അല്ലാതെ ഒരിക്കലും ഞാൻ തെറ്റിന്റെ ഭാഗത്ത് നിന്ന് ന്യായീകരിച്ചതല്ല എന്നുള്ള കാര്യം അവൾ അനിരുദ്ധിനോട് പറയുമ്പം, അനന്യ എനിക്ക് മനസ്സിലായി, എനിക്ക് അറിയാം, ഞാൻ അന്നേരത്തെ ആ ഒരു എടുത്തുചാട്ടത്തിന്റെ പുറത്ത് ചെയ്തു പോയതാണ്, നീ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടും അനന്യ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അങ്ങനെ അവളാണെങ്കിലോ, ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു, ഇനി എന്നെ വിചാരിച്ച് നീ ഇങ്ങോട്ട് വരണമെന്നില്ല. ഞാനിപ്പോ പല കാര്യങ്ങളും മറക്കാൻ തീരുമാനിക്കുകയാണ്. എന്തായാലും കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമൊക്കെ ഉണ്ട്. എന്നാൽ കൂടി ഇനി ഇത് ശരിയാവില്ല അനിരുദ്ധ്. നിനക്ക് ഒരു നിമിഷം തോന്നുമ്പോൾ വേണ്ടാന്ന് വെക്കാനും മറ്റൊരു നിമിഷം തോന്നുമ്പോൾ വേണോന്ന് വെക്കാനും അത് വെള്ളരിക്ക പട്ടണം അല്ലല്ലോ. അങ്ങനെ അനിരുദ്ധിനെ അവിടുന്ന് പറഞ്ഞയക്കുമ്പോഴത്തേക്കിനും പ്രേമയാണെങ്കിലോ, എന്റെ മോളെ നീ ഇപ്പൊ കാണിച്ച ഈ ധൈര്യം ഉണ്ടല്ലോ, ഇതാണ് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നിനക്ക് വേണ്ടത് എന്നുള്ള ഒരു ഉപദേശം കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സത്യയാണെങ്കിൽ സിദ്ധാർത്ഥിന്റെ അടുത്തെത്തി സിദ്ധുവിനോട് ചോദിക്കുകയാണ്, അല്ല സാറേ മടങ്ങിപ്പോണെന്ന് തന്നെയാണോ സാറിന്റെ തീരുമാനം? അതേ സത്യ, എന്തൊക്കെ വന്നാലും ഇനി ഇവിടെ പിടിച്ചു നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മനസ്സിലൊതുക്കി തന്നെയാണ് ഞാൻ വന്നത്. പക്ഷെ അതിനൊന്നും ഇനി എന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ല.
സാറേ അങ്ങനെ പറയൊന്നും വേണ്ട സാറേ. സാർ എന്തിനാ ഇങ്ങനെ നിരാശപ്പെടുന്നത്? ദേ ഇനി ഒരു പക്ഷേ സുമിത്ര മേഡത്തിന്റെ മനസ്സ് മാറിയാലോ? മനുഷ്യരുടെ മനസ്സല്ലേ, ഏത് നിമിഷം വേണേലും മാറാമെന്നൊക്കെ പറഞ്ഞ് സത്യമാണെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥിനെ ആശ്വസിപ്പിക്കുമ്പം സിദ്ധു പറയുന്നുണ്ട്, സുമിത്ര അങ്ങനെയുള്ള ഒരാളൊന്നും അല്ലടോ. ഇനിയിപ്പം ഞാൻ മടങ്ങി US തന്നെ പോവാം. അങ്ങനെയാണെങ്കിൽ സാറേ ശ്രീനിലയത്തിന്റെ കാര്യത്തിൽ എന്താ ഒരു തീരുമാനം? ഞാൻ എവിടെയാണെങ്കിലും ശ്രീനിലയത്തിന് വേണ്ടി ഞാൻ പൊരുതിയിരിക്കും. ശ്രീനിലയം തിരികെ ലഭിക്കുന്നത് വരെ ഉള്ള എന്ത് കാര്യവും ഞാൻ ചെയ്തിരിക്കും. അതെന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അവകാശപ്പെട്ട സ്വത്ത് തന്നെയാണ്. അത് ഞാൻ അവർക്ക് തന്നെ കണ്ടെത്തി കൊടുക്കും എന്നുള്ള കാര്യമൊക്കെ സത്യയോട് പറയുമ്പം സത്യ പറയുന്നുണ്ട്, സാറിന്റെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് അനിരുദ്ധിനെ ഏൽപ്പിക്കാം. അവൻ നല്ലതുപോലെ തന്നെ അതൊക്കെ നടത്തുമല്ലോ എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അവനെ കൊണ്ട് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. എന്തായാലും അവന്റെ ടേസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് സിദ്ധാർത്ഥ് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതിനുശേഷമാണെങ്കിലോ നമ്മുടെ സുമിത്ര അതാ അനിരുദ്ധ് മടങ്ങി വന്നു. അനിരുദ്ധിനോട് സംസാരിക്കുമ്പോഴത്തേക്കിനും ഇതെല്ലാം കേട്ട് സരസ്വതി അമ്മ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പൊ സരസ്വതി പറയുന്നുണ്ട്, സുമിത്രേ, നീ ഈ കാണിക്കുന്ന താല്പര്യമൊക്കെ നിന്റെ ഈ മൂത്തമോനോട് മാത്രമേ ഉള്ളൂ. നിനക്ക് ഇനിയും ഉണ്ടല്ലോ മക്കള്. നീ എന്തുകൊണ്ടാണ് ശീതളിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാത്തത്? അപ്പം ഇതൊക്കെ കേട്ട് ശീതളും അങ്ങോട്ട് വരികയാണ്. പെട്ടെന്ന് തന്നെ ശീതള് വിചാരിക്കുന്നുണ്ട്, ശരിയാണ്, ഏട്ടൻ വന്നിട്ട് അധിക ദിവസം ആയില്ലല്ലോ, തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും അമ്മ ഇതുവരെ പരിഹരിക്കുന്നുമില്ല. ശീതളിനാണെങ്കിൽ ഈ അച്ചമ്മ വെച്ചു കൊടുത്ത പോയിസൺ അങ്ങ് ഏക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ ഇങ്ങനെ ചിന്തിച്ചു, അമ്മ തന്റെ കാര്യത്തിൽ അത്ര വലിയ ശ്രദ്ധയൊന്നും കാണിക്കുന്നില്ല. ഇനിയിപ്പൊ താൻ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, താൻ തന്റെ അച്ഛനോട് തന്നെ സംസാരിക്കാം എന്നുള്ള രീതിയിൽ ഇവൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ സരസ്വതി അമ്മ പറയുമ്പോഴത്തേക്കിനും സുമിത്ര പറയുന്നുണ്ട്, അമ്മേ, മക്കളെ രണ്ടുപേരെയും ഞാൻ വേർതിരിച്ചൊന്നും കണ്ടിട്ടില്ല. പിന്നെ അനന്യ എന്ന് പറഞ്ഞാല് അനന്യ തിരികെ വരണം. അവൾക്ക് സ്വരമോളോടുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ എനിക്കറിയാം. അതുപോലെയല്ല ശീതളിന്റെ കാര്യം ശരിയാക്കാനായിട്ട് കുറച്ചധികം സമയമൊക്കെ വേണ്ടി വരും. അങ്ങനെയുള്ള കാര്യമൊക്കെ പറഞ്ഞ് സരസ്വതി അമ്മയാണെങ്കിലോ, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. സച്ചിനെ ഉപേക്ഷിച്ച് ഇവൾ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാല് ഇവള് ജീവിതകാലം മുഴുവനും ഇവിടെ തന്നെ നിന്ന് പോവുള്ളൂ. അല്ലാതെ നിന്റെ അമ്മ തീരുമാനം എടുത്തിട്ട് നിനക്കൊരു ജീവിതം ഉണ്ടാകില്ല ശീതളയെന്നും പറഞ്ഞ് സരസ്വതി അവിടുന്ന് ദേഷ്യപ്പെട്ടു പോകുമ്പം അനിരുദ്ധ് പറയുന്നുണ്ട്, ഈ അച്ഛമ്മയുടെ സ്വഭാവത്തില് ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലേ അമ്മേ? അതേ മോനെ, എന്ത് ചെയ്യാനാണ്, പ്രായമായി വരും തോറും ഇവര് വഷളായി വരുവാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോ നമ്മുടെ അനന്യാണെങ്കിലോ വലിയ സങ്കടത്തിലൊക്കെ ഇരിക്കുകയാണ്. മാസ് ഡയലോഗുകളൊക്കെ അടിച്ചു. കെട്ടിയോ വന്ന് വിളിച്ച സമയത്ത് ശരിക്കും പറഞ്ഞാല് അവള് ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് തന്നെ സംസാരിച്ചതാണ്, അല്ലാതെ അനിരുദ്ധിന് വെറുപ്പായിട്ടൊന്നും അല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിച്ച് അതിന്റെ ദുഃഖത്തിലിരിക്കുമ്പോ നമ്മുടെ പ്രേമ അങ്ങോട്ട് ചെല്ലുകയാണ്. പ്രേമ ചെന്നിട്ട് പറയുന്നുണ്ട്, മോളെ, നീ എന്തിനാ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എന്തിന്റെ പേരില്? അമ്മ നിന്നോടൊരു കാര്യം പറഞ്ഞു തരാം. നീ വീണ്ടും നിന്റെ ജോലിയിലേക്ക് പ്രവേശിക്ക്. ഇനിയിപ്പം അധിക ദിവസത്തെ ലീവൊന്നും ഇല്ലല്ലോ മോളെ. അല്ലേലും നിനക്ക് ഈ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ സെറ്റ് ആവില്ല. നീ അവിടെ പോയി കഴിയുമ്പം അനിരുദ്ധിന്റെയും സ്വരമോളുടെയും കാര്യങ്ങളൊക്കെ നീ മറന്നു പോകും. അപ്പൊ ഇത് കേട്ടപ്പം പെട്ടെന്ന് അനന്യ പറയുന്നുണ്ട്, അമ്മ, സ്വരയുടെ കാര്യം മറക്കാനായിട്ട് അമ്മ അങ്ങനെ പറയരുത്. ദയവ് ചെയ്ത് അവളുടെ കാര്യം മറക്കാനായിട്ട് മാത്രം പറയരുത് എന്നും പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ പ്രേമ പറയുന്നുണ്ട്, നീ എന്തിനാ മോളെ ഇങ്ങനെ വിഷമിക്കുന്നത്? അവള് നീ ജന്മം കൊടുത്ത കുഞ്ഞൊന്നും അല്ലല്ലോ. നിനക്കും അവൾക്കും തമ്മില് യാതൊരുവിധ ബന്ധവും ഇല്ല. അവള് നമ്മുടെ കുടുംബത്തിലുള്ള കൊച്ചേയല്ല, അവൾ അനിരുദ്ധിന്റെ കുടുംബത്തിൽപ്പെട്ട കൊച്ചാണ്. അങ്ങനെയുള്ള ഒരു കൊച്ചിനെ നീ എന്തിനാ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്നത്? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനും അനന്യക്ക് സങ്കടമൊക്കെ ഉണ്ടെങ്കിലും അമ്മ പറയുന്നത് ശരി തന്നെയാണെന്ന് അനന്യയും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഇതാ പ്രേമ പറയാണ്, ഓരോരുത്തരെ സ്വന്തം കുഞ്ഞുങ്ങളെ നാട്ടിൽ വിട്ടിട്ടാണ് ജോലിക്ക് വേണ്ടി പോകുന്നത്. അപ്പം അത്തരമുള്ള അമ്മമാരെ കാട്ടിലും വലിയ സങ്കടങ്ങളൊന്നും നിനക്ക് വരാനില്ല. ഇതെല്ലാം നീ ഈസി ആയിട്ട് മറക്കും. മോള് അമ്മ പറയുന്നത് പോലെ കേക്ക്. മോൾക്ക് ഇതിൽ നല്ലൊരു ബന്ധം അത് അമ്മ കണ്ടെത്തി തരാന്നൊക്കെ പറയുകയാണ്. അപ്പം അനന്യ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും സുമിത്രയാണെങ്കിലും തന്റെ മരുമകളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് വീട്ടിൽ മറ്റാരും ഇല്ല എന്ന് ഉറപ്പുവരുത്തി നമ്മുടെ ശീതളാണെങ്കിൽ സിദ്ധാർത്ഥിന്റെ റൂമിൽ ചെല്ലുകയാണ്. സിദ്ധുവിന്റെ അടുത്ത് ചെന്നത്, എന്താ മോളെ, നിനക്ക് അച്ഛനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് സിദ്ധു ചോദിക്കുമ്പം, അതെ അച്ഛ, എനിക്ക് അച്ഛനോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അച്ഛ, എന്റെ കാര്യത്തിൽ എന്താ അച്ഛ ഒരു തീരുമാനം? ഞാൻ എല്ലാ കാലവും ഇതുപോലെ ഇവിടെ നിൽക്കാനാണോ? അച്ഛൻ എന്താ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം സിദ്ധു പറയുന്നുണ്ട്, മോളെ, നിനക്ക് ഇത്രയും പഠിപ്പും വിവരവും ഒക്കെ ഉള്ളതല്ലേ, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഏത് പെണ്ണുങ്ങളാണ്
ഇന്ന് ആണുങ്ങളുടെ അടിമയായിട്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് ദേ അച്ഛൻ പറയുന്ന കാര്യം മോള് കേൾക്കുക. അവനെ പോലെയുള്ളൊരു ഭ്രാന്തനോടൊപ്പം അല്ല നിന്റെ ജീവിതം പോവേണ്ടത്. അപ്പം അവന് ഭ്രാന്തൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ശീതളിന് സച്ചിനോട് സ്നേഹം അങ്ങ് കവിഞ്ഞൊഴുകുകയാണ്. ശീതള് പറയുന്നുണ്ട്, അതെ അച്ഛ, അവന് ചില വാശികളൊക്കെ ഉണ്ടെന്നല്ലാതെ അവൻ അത്ര വലിയ വയലന്റ് ഒന്നും ആവുന്ന ആളൊന്നും അല്ല മോളെ. ഇത്രയധികം അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ഇത്രയധികം പീഡനങ്ങൾ നീ നേരിടേണ്ടി വന്നിട്ടും ഇതൊന്നും നീ സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ലല്ലേ? എന്തായാലും ഒരു മാതാപിതാക്കൾക്കും തന്റെ മക്കള് ഇത്രയധികം ദുഷ്ടത നിറഞ്ഞ ഒരുത്തന്റെ കൂടെ ജീവിക്കുന്നത് സഹിക്കാനേ കഴിയില്ല എന്നുള്ള കാര്യം സിദ്ധാർത്ഥ് ഇങ്ങനെ പറയുകയാണ്. അപ്പം അച്ഛൻ എന്താ അച്ഛൻ പറഞ്ഞു വരുന്നത്? മോളെ, നീ അവനോടൊപ്പം പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല എങ്കിൽ ഡിവോഴ്സ് ചെയ്യണം. അപ്പൊ ഡിവോഴ്സ് എന്നുള്ള കാര്യം കേൾക്കുമ്പം ശീതളാണെങ്കിൽ ഞെട്ടി നിൽക്കുകയാണ്. തനിക്ക് എങ്ങനെയെങ്കിലും സച്ചിനോട് കോംപ്രമൈസ് ചെയ്ത് സച്ചിനോടൊപ്പം പോകണമെന്നുള്ള ചിന്തയിലാണ് ശീതൾ അവിടെ നിൽക്കുന്നത് തന്നെ. അപ്പം അതിനിടയ്ക്ക് തന്റെ അച്ഛൻ ഡിവോഴ്സ് ചെയ്യണമെന്നുള്ള കാര്യം പറയുമ്പം അതൊരിക്കലും ശീതളിനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പം അങ്ങനെ അവള് വിഷമിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കുടുംബവിളക്കിന്റെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്